ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നെടുങ്ങാടാണ്. നമ്മുടെ കൊച്ചിൻ ഭാഗത്തുള്ള നെടുങ്ങാടാണ് ഇപ്പോൾ നിൽക്കുന്നത്. നെടുങ്ങാട് ബോട്ട് ജെട്ടി പരിസരത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ ബോട്ട് ജെട്ടി കാണുന്നില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ രാവിലെ ഏകദേശം ഇപ്പോൾ ഒരു സമയം 8:30 ആയിട്ടുള്ളൂ. ഭയങ്കര മനോഹരമായ ഭംഗിയാണ്. കാരണം തികച്ചും എന്താ പറയുക, നല്ല ഭയങ്കര നേച്ചറായിട്ട് കുറച്ചും കൂടിയും നമുക്ക് പീസ്ഫുള്ളായിട്ട് ഒരു രാവിലെയും ഈവനിങ്ങും ഒക്കെ വന്നിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. കാരണം നമുക്ക് ഇവിടെ കുറേ വഞ്ചികൾ കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന എൻ്റെ നേരെ ഈ ബാക്കിൽ കാണുന്ന ഈ വീട് പോലെ സ്ഥലത്ത് ഒരുപാട് സിനിമകളിൽ ലൊക്കേഷനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മൾ മധുരാജയിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ സിനിമകളിൽ ചായക്കടയായിട്ടും ഒക്കെ ഈ വീട് ഉപയോഗിച്ചിട്ടുണ്ട്. ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് എന്താ പറയുക, തികച്ചും നമ്മൾ ഇപ്പോൾ ഓരോ സിനിമ കാണുന്ന സമയത്തുള്ള നമ്മുടെ ഇപ്പോൾ കുമ്പളങ്ങി ആയാലും അങ്ങനത്തെ ഓരോ സിനിമ കാണുന്നുള്ള അങ്ങനത്തെ ഒരു പ്ലേസിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. സോ നമുക്ക് എന്തായാലും ഈ വീഡിയോയിലേക്ക് ഇപ്പം ഈ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. പറ്റിയെങ്കിൽ ഞങ്ങൾ വഞ്ചിയിൽ പോകുന്ന ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. നടക്കുക അറിയില്ല, കടമ്മക്കുടിയിലേക്ക്. അതും കൂടി ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നെടുങ്ങാട് ടു കടമ്മക്കുടി ഉള്ള ഒരു റൈഡ്, അതേപോലെ ബോട്ട് വഞ്ചിയിലെ റൈഡ്, അതേപോലെ തന്നെ നമ്മൾ കുറേ കാഴ്ചകൾ നമ്മൾ ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങളൊരു യാത്രയ്ക്ക് പോവാണ്. നേരത്തെ പറയുമ്പോൾ നമ്മൾ വഞ്ചിയിൽ കടമ്മക്കുടി ഭാഗത്തേക്ക് പോവുകയാണ്. നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്സൊക്കെ അറേഞ്ച് ചെയ്യുന്നൊരു വഞ്ചിയുണ്ട്. നമ്മളതിൽ കടമ്മക്കുടിക്ക് ഒരു യാത്ര പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 10:30 മണി രാവിലെ. ശരിക്കും കുറച്ചും കൂടിയും ഒരു 7-8 മണി പോകാനാണ് നല്ലത്, അല്ലെങ്കിൽ ഈവനിങ് നല്ലത്. കാരണം നല്ല വെയിലാണ്, നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. സോ നമുക്ക് എന്തായാലും ഫ്രണ്ടിൻ്റെ വീടോടെ അടുത്താണ്. അങ്ങനെ നമുക്കതൊരു ഹെൽപ്ഫുള്ളായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ബാക്കിൽ കാണുന്ന ഇതേപോലത്തെ ഒരു മോട്ടറുള്ള ഒരു വഞ്ചിയിലാണ് നമ്മൾ എഞ്ചിനുള്ള വഞ്ചിയിലാണ് നമ്മൾ പോകുന്നത്. നല്ല എന്തായാലും ചെറിയ വെയിൽ എന്തായാലും കിട്ടും, ഉറപ്പാണ്. സോ നമുക്ക് എന്തായാലും ആ യാത്ര ഒന്ന് കണ്ടു നോക്കി നോക്കാം. എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും ട്രൈ ചെയ്യാം.
ഞങ്ങളിപ്പോൾ ഒരു വഞ്ചിയിൽ യാത്ര ചെയ്ത് കടമ്പുകൂടി എത്തി. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് വഞ്ചിയിൽ യാത്ര ചെയ്യണതുകൊണ്ട് അത്രയ്ക്ക് വെയിലിൻ്റെ പ്രശ്നം കാര്യങ്ങളൊന്നും വന്നില്ല. കാരണം കുറച്ച് കാറ്റിലുകൊണ്ട് നല്ല ബ്രീസ് എയർ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം വലിയ വെയിലൊന്നും ആകാതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഞങ്ങളിപ്പോൾ ഏകദേശം കടമ്പക്കൂടി എത്തി. നമ്മൾ വഞ്ചി കടുപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കള്ളി ഷോപ്പുണ്ട്. സോ നമ്മളതിൽ കുറച്ച് ഫുഡ് കഴിക്കാനുള്ള ഒരു പ്ലാനിലാണ്. ബാഗിലൊക്കെ അത്യാവശ്യം വലിയ വലിയ ബോട്ടും കാര്യങ്ങളൊക്കെ കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ ഈ പ്ലേസിലൊക്കെ വന്ന് കാണുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിൽ കൂടി അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് ആയിരുന്നു. വഞ്ചിയിൽ നമ്മൾ മോട്ടർ വെച്ച് പോകുമ്പോൾ നമ്മൾ വഞ്ചി തുഴഞ്ഞെന്തായാലും ഇത്ര ദൂരം എത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മോട്ടോർ വെച്ചുള്ള വഞ്ചിയിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മളെ ഫ്രണ്ടിലൂടെ കുറച്ചും കൂടി ഇതെല്ലാം കൂടെ 2 ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടി നമുക്ക് കുറച്ചുകൂടെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. സോ നമുക്ക് എന്തായാലും പറ്റിയെങ്കിൽ കള്ളി ഷോപ്പിൽ പോയിട്ട് ഒന്ന് ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ നമുക്ക് വീട്ടിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ കള്ളി ഷോപ്പിലത്തെ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. അടിപൊളിയാണ് കേട്ടോ. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഫുഡ് ട്രൈ ചെയ്യുന്നത്. ഇത് കടമക്കുടിത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് കള്ളി ഷോപ്പാണ്. സോ നമ്മളിവിടെ കഴിച്ചത് വെള്ളയപ്പം, മീൻകറി, അതേപോലെ കപ്പ, താറാവ് റോസ്റ്റ്, ചെമ്മീൻ റോസ്റ്റ്. സത്യം പറഞ്ഞാൽ ചെമ്മീൻ റോസ്റ്റും താറാവ് റോസ്റ്റൊക്കെ അടിപൊളിയാണ്. കാരണം ഞാൻ ഫിഷ് കറി അങ്ങനെ കഴിക്കാത്ത ആളാണ്. സോ ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം ഒരു തികച്ചും ഒരു വ്യത്യസ്തമായുള്ള എക്സ്പീരിയൻസ് കാരണമായിരുന്നു. കാരണം ചെമ്മീൻ റോസ്റ്റൊക്കെ നമുക്ക് വേറൊരു വെറൈറ്റി ടേസ്റ്റാണ്. ശരിക്കും ഇത് ഭയങ്കര റഷുള്ള കള്ളി ഷോപ്പാണ്. കാരണം ഇവിടെ ഞാൻ പറഞ്ഞത് കടമ്പക്കൂടി വൺ ഓഫ് ദ ബെസ്റ്റ് ടോഡി ഷോപ്പാണ്. സോ ഇവിടെ ഭയങ്കര ഫാമിലീസ് കാണാനൊക്കെ ഈവനിങ് സമയത്ത് നല്ല വരാറുള്ളതാണ്. സോ ഇന്ന് ഞങ്ങൾക്ക് വന്നപ്പോൾ ഭയങ്കര റഷ് കാര്യങ്ങളും ഉണ്ടായില്ല. അതുകൊണ്ട് ഈസി ആയിട്ട് ഫുഡ് കിട്ടിയതും എൻജോയ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റി. സോ എല്ലാവരും ഈ കടമ്പക്കൂടി വരുമ്പോൾ ഈ ടോഡി ഷോപ്പ് ഫാമിലിക്കും കൂടി പറ്റുന്ന ടോഡി ഷോപ്പാണ്. മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ടോഡി ഷോപ്പാണ്. കാരണം ഫുഡൊക്കെ നല്ല അടിപൊളിയാണ്. കള്ളും ടേസ്റ്റ് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എനിക്കൊരു തികച്ചൊരു വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി വഞ്ചിയുള്ള യാത്ര. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ അല്പം ഒന്ന് ഡയറക്ഷൻ ഒന്ന് മാറി, ചെറുതായിട്ടൊന്ന് കായലൊന്ന് റഫായപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. പക്ഷേ തികച്ചും ഒരു വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ തുരുത്തുകൂടിയുമുള്ള യാത്ര നന്നായിരുന്നു. വീണ്ടും നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ.